LP തലത്തിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി ചെയ്ത കാര്യം പറയുമ്പോൾ തന്നെ ഒരുപാട് പാഠങ്ങൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അതായത് ഇത് പിന്നെ ആ പെൺകുട്ടി വീട്ടിൽ പോയിട്ട് കൈമേ നമ്മളെ കൈത്തണ്ടല്ലേ, കൈത്തണ്ട, ആ കൈത്തണ്ടൻ്റെ ഇവിടെ ഇങ്ങനെ ബ്ലേഡോ കത്രികയോ മറ്റെന്തോ ഉപയോഗിച്ച് 4 വര വരഞ്ഞേക്കാണ്. 2 കൈയിലും വരച്ചിട്ടുണ്ട്. അപ്പം 2 കൈയിലും ഇങ്ങനെ വരച്ചിരിക്കുകയാണ്. ആ കുട്ടി പറഞ്ഞ വാചകങ്ങളാണ് വളരെ ഗൗരവം. അങ്ങനെ 4 വര ഇങ്ങനെ വരച്ചിട്ട് ആ കുട്ടിയുടെ രക്ഷിതാക്കളോട് പറഞ്ഞത്, ഇത് ആ ടീച്ചറെ പേര് ഞാൻ പറയുന്നില്ല, ഇത് എൻ്റെ ഇന്ന ടീച്ചർ ചെയ്തതാണ് എന്നാണ് ആ കുട്ടി പറഞ്ഞത്. അതോടൊപ്പം അത് മാത്രമല്ല, ആ കുട്ടി മറ്റൊരു വാചകം പറഞ്ഞത്, ഇത് ആ കുട്ടിയുടെ സംസാരവും ആ കുട്ടി പറഞ്ഞ വാചകവും കുട്ടിയുടെ ചെയ്തിയും ഫുള്ളായിട്ട് അറിഞ്ഞപ്പം വലിയ അത്ഭുതം തോന്നുകയാണ് ചെയ്തത്. പിന്നെ ആ കുട്ടി പറഞ്ഞത്, ഇന്ന ടീച്ചർ മരിച്ചിട്ടുണ്ട്, അപ്പോൾ ഇനി 7 ദിവസം സ്കൂളില്ല. ഇതൊന്നും പറയുന്നത് ഒരു +2 തലത്തിലോ ഹൈസ്കൂൾ തലത്തിലുള്ള കുട്ടിയല്ല. അതാണ് ഞാൻ പറഞ്ഞത്, പ്രൈമറി എന്ന് പറയുമ്പോൾ LP തലത്തിലുള്ളൊരു പെൺകുട്ടിയാണ് ഈ സംഭവം. ഇപ്പോൾ ഒരാഴ്ചക്കിടെ സംഭവിച്ച ഒരു സംഭവമാണ്. പൊതുവെ എന്താ വെച്ചാൽ, ഈ കുട്ടികൾക്ക് ഇങ്ങനെ പറയാനും ഒരു ഇല്ലാത്തൊരു സംഗതി വെറുതെ ഒരു ആരോപണം ഉന്നയിച്ച് പറയാനും ഈ പ്രൈമറി തലത്തിലുള്ള ഇത്തരം ചെറുപ്രായത്തിലുള്ള ഒരു പെൺകുട്ടിക്ക്, ആൺകുട്ടിയാണെങ്കിലും സമം തന്നെയാണ്, എന്നാലും പെൺകുട്ടികൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ആ നിലക്കൊന്നും വല്ലാതെ പറയാറില്ലല്ലോ, അതും പ്രൈമറി തലത്തിലാവുമ്പോൾ. അപ്പോൾ എങ്ങനെയാണ് ഇത്തരം പ്രവണത കുട്ടികൾ വരുന്നത് എന്നും അങ്ങനെയൊക്കെ ഒരു കുട്ടി പറയൂ എന്ന് ഞാനത് കേട്ടപ്പോൾ ഫസ്റ്റ് ചിന്തിച്ചു. പിന്നെ ആ കുട്ടിയെ കണ്ടു, ആ സംഭവം പിന്നെ അനുഭവിച്ചു. അത് അറിഞ്ഞപ്പോൾ സംഗതി ഉള്ളത് തന്നെയാണ്. അപ്പം ഞാനവിടെ ഫസ്റ്റ് പറഞ്ഞൊരു വാചകം, ഒരു റിപ്ലൈ കൊടുത്തത് എന്താ വെച്ചാൽ, ഞാൻ പിന്നെ ഈ ഫീൽഡിൽ നിന്ന് മാറുന്നത് ശരിയാവില്ല. കാരണം ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ പല കുട്ടികളും പലതും പറഞ്ഞാൽ, ഇപ്പോൾ പൊതുവെ അധ്യാപകരെന്താണ്, പെട്ടെന്ന് ഒരു കെണിയിലകപ്പെടുത്താൻ പറ്റിയ ഒരു സിമ്പിൾ ഒരു ടൂൾസാണ് അധ്യാപനം എന്ന സംഭവം. ഒരു സിമ്പിൾ മാറ്ററാണ്. ബാക്കി എല്ലാവർക്കും എന്തും പറയാം, പക്ഷെ അധ്യാപകർ എന്ത് ചെയ്യണം, അവിടെ ഒരു ബലിയാടാകുന്ന അവസ്ഥയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ വേറെ ഏതെങ്കിലുമൊക്കെ ഫീൽഡിലേക്ക് പോകാൻ നല്ലത് എന്നുള്ളൊരു രൂപത്തിൽ ഞാൻ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു സംഭവമാണ്, ഒരാഴ്ചക്കുള്ളിൽ സംഭവിച്ച സംഭവമാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് പലതും ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പലതും ജീവിതത്തിൽ പറയാറുണ്ട്, ചെയ്യാറുണ്ട്. മുതിർന്ന ആളുകൾ തന്നെ ഉണ്ട്. അപ്പോൾ എത്ര സത്യസന്ധരായിരുന്നാലും ചില സമയത്ത് ഒരു സ്വാർത്ഥത കടന്നു വരുമ്പോൾ, അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ പറയാനുള്ളൊരു കാരണം എനിക്ക് തോന്നുന്നത്, ഒന്നെങ്കിൽ 3 കാരണങ്ങളാണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. അതിലൊന്ന്, ഈ സ്വന്തം വീട്ടിൽ നിന്ന് മുതിർന്ന ആളുകൾ അവരുടെ സംസാരത്തിൽ ഒരിക്കലും ബോധ്യപ്പെടാത്ത ചില കാര്യങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടും നേടിയെടുക്കാൻ വേണ്ടിയിട്ടും പറയുന്നത് ചിലപ്പോൾ സ്വന്തം വാപ്പിമ്മയ്ക്കാവാം, അല്ലെങ്കിൽ അവരെ മൂത്ത കുട്ടികളൊക്കെ ആവാം. അവർ ചിലപ്പോൾ വാപ്പാരോടും പറയുന്നതൊക്കെ കേട്ടിട്ടൊക്കെ ഇവർക്ക് കിട്ടാം. ഒന്ന് അങ്ങനെയാണ്. 2, ഇപ്പോൾ ഒരു നാട്ടിൽ നമ്മൾ അടുത്തടുത്ത് വീടുകൾ ഉണ്ടാകുമ്പോൾ ആ വീട്ടിൽ ഉള്ള സമപ്രായക്കാരായ കുട്ടികളുണ്ടാവും. അവർ തമ്മിൽ ഇങ്ങനെ കൂടുമ്പോഴും കളിക്കുമ്പോഴും ഓരോരുത്തർ ഷെയർ ചെയ്യും, ഞാൻ നാളെ സ്കൂളിൽ പോകണില്ല, ഞാൻ എൻ്റെ വല്യപ്പ മരിച്ചു എന്ന് പറയും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഷെയറിങ്ങുകളിൽ നിന്ന് കിട്ടും. മൂന്നാമത് എനിക്ക് മനസ്സിലാവുന്നത്, നമ്മൾ ഈ പിന്നെ വീഡിയോസുകൾ, അതായത് കുട്ടികൾക്ക് പിന്നെ പ്രചോദനം ഉണ്ടാക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിൽ ചിലപ്പോൾ ഉള്ള കഥാപാത്രങ്ങൾ അവർ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതിന് കൂടുതൽ ചാൻസ് നമ്മൾ സ്വാഭാവികമായിട്ട് കാണുന്നത്. അപ്പോൾ ഏതായിരുന്നാലും ഇതൊരു അപകടമാണ്. കാരണം ഒന്ന് ചെറിയൊരു പ്രായത്തിൽ അങ്ങനെയുള്ള കളവുകൾ പറയാനുള്ള ഒരു തോന്നലുണ്ടാവുക, അതും ഇല്ലാ കഥകൾ ഉണ്ടാക്കി പറയുക, അത് തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക, ഇതൊക്കെ റോങ് ആയിട്ടുള്ളൊരു പോക്കാണ്. അപ്പോൾ നമ്മൾ ആശങ്കകൾ മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു പരിഹാരങ്ങൾ കൃത്യമായിട്ട് കണ്ടെത്തണം എന്നുള്ളത്. ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാനുള്ളത്, ശരിക്കും ഈ പ്രായത്തിലുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ചിങ്ങനെ ഉണ്ടാക്കൊന്നുമില്ല. ആ പ്രായം അങ്ങനെയാണല്ലോ. പക്ഷെ ഇവരിത് പിന്നെ ഒപ്പിയെടുക്കുന്നത് ശരിക്കും പാരൻസ് ഇതിൽ വലിയൊരു ഘടകമാണ്. ഇപ്പോൾ ഒരു കളക്ഷൻ്റെ ഒരാൾ വന്നു, ഒരു യാചകനോ, അപ്പോൾ വരുമ്പോൾ പിന്നെ കുട്ടീനെ പറഞ്ഞ് ഇവിടെ ആളില്ല എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള ചില സംസാരത്തിലൂടെ കുട്ടി എന്ത് ചെയ്യാണ്, കുട്ടിനോട് ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് അവിടെ പറഞ്ഞു കൊടുക്കണില്ല, ഒന്നും കുട്ടിനോട് പറഞ്ഞു കൊടുക്കണില്ല.
കുട്ടി ശരിക്കും എന്തുണ്ട് കുട്ടിയുടെ ലൈഫിലേക്ക് ആ ഒരു നൈപുണ്യം എന്ന് പറയാൻ പറ്റില്ല, എടുത്തു ആ വെക്കണം. ദുസ്വഭാവം ശരിക്കും എടുത്ത് ഒപ്പിയെടുക്കണം. അതേപോലെ തന്നെ ഇതൊരു അന്യ സംസ്ഥാന പിന്നെ ഉള്ള ഒരു വിദ്യാർത്ഥിനിയാണ്. അതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരിവിടെ ഈ പറഞ്ഞ പോലെ ക്വാർട്ടേഴ്സുകളിലൊക്കെയാണ് കാര്യമായിട്ട് അടുത്തടുത്ത് വീടുള്ള ക്വാർട്ടേഴ്സുകളിൽ താമസിക്കുന്നത്. പലപ്പോഴും ചിലപ്പോൾ രക്ഷിതാവും മാതാവും പിതാവും ജോലിക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ ആ നിലക്കുള്ള അവസ്ഥയിലുള്ള മറ്റു പല കൂട്ടുകെട്ടിൽ നിന്നും എന്ത് ചെയ്യും, ഈ നിലക്കുള്ള ദുഷ്പ്രവണതകൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട്.